പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവന റൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിനു വേണ്ടി സഭയാഗമനം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം പരിശുദ്ധാത്മാവിനെ കുറിച്ച് ധ്യാനിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് വളരെ ശബ്ദമുയർത്തി പഠിപ്പിക്കുന്ന പാഠഭാഗമാണ് നാം നമ്മുടെ ധ്യാന വിഷയമാക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങൾ ഇപ്രകാരമാണ് നാം കാണുന്നത്. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു. നമ്മൾ വളരെ ശ്രദ്ധയോടെ വായിക്കേണ്ട ഭാഗമാണിത്. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രഖ്യാപിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരുന്ന ആത്മാവിനെ പറ്റിയാണ്. പ്രിയപ്പെട്ടവരെ, അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരുന്ന പരിശുദ്ധാത്മാവിനെ പറ്റിയാണ്. തന്നിൽ വിശ്വസിക്കുന്നവരുടെ മേൽ അവിടുന്ന് തൻ്റെ ആത്മാവിനെ വർഷിക്കുമ്പോൾ അവരിൽ സംഭവിക്കുന്ന 3 കാര്യങ്ങൾ ഈ തിരുവചന ഭാഗത്ത് നമ്മുടെ ശ്രദ്ധയിലേക്ക് അവിടുന്ന് കൊണ്ടുവരുന്നുണ്ട്. ഒന്നാമത്തത്, തന്നിൽ വിശ്വസിക്കുന്നവർ പരിശുദ്ധാത്മാവിൽ നിറയും എന്നാണ്. നിറയും. രണ്ടാമത്തേത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക്, നിറയുക മാത്രമല്ല, തന്നിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനിൽ നിറയുക മാത്രമല്ല, നിറഞ്ഞ് കവിയും. മൂന്നാമത്, കവിയുകയുമല്ല, അവനിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒഴുകാൻ തുടങ്ങും. ഈ 3 കാര്യങ്ങളാണ് ഈശോ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ആത്മാവിനെ നൽകി നിറവുള്ള മനുഷ്യരായി, കവിഞ്ഞൊഴുകുന്ന മനുഷ്യരായി തന്നിൽ വിശ്വസിക്കുന്നവരെ മാറ്റുവാൻ അവിടുന്ന് തിരുമനസ്സാകുന്നു. പ്രിയമുള്ളവർ, ഇത് പറയുമ്പോൾ നമ്മുടെ ചിന്തകൾ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് പോകണം. കാരണം യേശു യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ ആണ് ഇത് പ്രഖ്യാപിച്ചത്. ഏത് തിരുനാളാണ്? കൂടാരത്തിരുനാൾ. കൂടാരത്തിരുനാളിൻ്റെ അവസാനത്തെ ദിനത്തിലാണ് യേശു എഴുന്നേറ്റ് നിന്ന് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രഖ്യാപിച്ചത്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കാനാനിലേക്ക് പുറപ്പെട്ട
തൻ്റെ ജനം മോശയ്ക്കും ദൈവത്തിനുമെതിരെ പിറുപിറുക്കുന്ന അവസ്ഥയെയാണ് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. 17-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. ഇസ്രായേൽ സമൂഹം മുഴുവൻ സീനായ് മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് പടിപടിയായി യാത്ര ചെയ്ത് റെഫീദീമിൽ എത്തി പാളയമടിച്ചു. അവിടെ ഒരു പ്രതിസന്ധി അവർ തരണം ചെയ്യുന്നുണ്ട്, ഒരു പ്രതിസന്ധി അവരെ നേരിടുന്നുണ്ട്. അവിടെ അവർക്ക് കുടിക്കാൻ വെള്ളമില്ലായിരുന്നു. തിരുവചനം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവിടെ അവർക്ക് കുടിക്കാൻ വെള്ളമുണ്ടായിരുന്നില്ല. ജനം മോശയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം തരിക എന്ന് പറഞ്ഞു. മോശ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിന് എന്നെ കുറ്റപ്പെടുത്തുന്നു? എന്തിന് കർത്താവിനെ പരീക്ഷിക്കുന്നു? ദാഹിച്ചു വലഞ്ഞ ജനം മോശയ്ക്കെതിരെ ആവലാതിപ്പെട്ടു. നമ്മളവിടെ കാണുന്ന ജനത്തിൻ്റെ പ്രത്യേകത ഇതാണ്: കുറ്റപ്പെടുത്തുന്ന ജനം, 2 ആവലാതികൾ പറയുന്ന ജനം. വീണ്ടും നമ്മൾ കാണുന്നത്, അവർ ചോദിച്ചു, നീ എന്തിനാണ് ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്? അവർ ദൈവത്തെയും മോശയെയും ഒക്കെ പഴിചാരുകയാണ്. ഞങ്ങൾ അവിടെ കിടക്കില്ലായിരുന്നോ? ഞങ്ങൾക്കത് പോരായിരുന്നോ? ഞങ്ങളെ എന്തിനാണ് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്നത്? ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് വെള്ളമില്ല, ദാഹിച്ചു പൊരിയുന്നു, ദാഹിച്ച് ഞങ്ങൾ മരിക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെ ആകെപ്പാടെ ആവലാതിയും പരവേശവും വെപ്രാളവും ഒപ്പം കുറ്റപ്പെടുത്തലുകളും പഴിചാരലുകളും ഒക്കെയാണ് ജനത്തിൻ്റെ അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഈ സമയത്താണ് മോശ കർത്താവിനോട് ചോദിക്കുന്നത്, കർത്താവ് എന്താ ചെയ്യേണ്ടത്? അപ്പോൾ മോശയ്ക്ക് കർത്താവ് കൊടുക്കുന്ന ഉത്തരമാണ് 6-ാമത്തെ വാക്യം. ഇതാ, നിനക്ക് മുൻപിൽ ഹോറേബിലെ പാറമേൽ ഞാൻ നിൽക്കും. നീ ആ പാറയിൽ അടിക്കണം, അപ്പോൾ കുടിക്കാൻ വെള്ളം പുറപ്പെടും. പ്രിയപ്പെട്ടവരെ, പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ മോശയോട് ദൈവം കൽപ്പിച്ചു, ഹോറേബിലെ പാറമേൽ ഞാൻ നിൽക്കും, നീ ആ പാറയിൽ അടിക്കണം, അപ്പോൾ അതിൽ നിന്ന് വെള്ളം പുറപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ ഈശോ പറഞ്ഞത്. ആ പാറ മോശയോട് ഹൊറേബിലെ ഏത് പാറയിൽ അടിക്കണമെന്ന് പറഞ്ഞോ ആ പാറയിൽ മോശ തൻ്റെ കയ്യിലിരുന്ന വടി കൊണ്ട് അടിച്ചു. അപ്പോൾ വെള്ളമൊഴുകി. ആ വെള്ളമാണ് ഇസ്രായേൽക്കാർ സമൃദ്ധമായി കുടിച്ചത്. ആ വെള്ളം അവർ സമൃദ്ധമായി കുടിച്ചു. ഈ തിരുനാൾ, ഇതിൻ്റെ ഓർമ്മ തിരുനാളാണ് കൂടാര തിരുനാൾ. മോശ ഹൊറേബിലെ പാറയിൽ അടിക്കുകയും അതിൽ നിന്ന് സമൃദ്ധമായ ജലം ഒഴുകി. അത് ഈ ഇസ്രായേൽ സമൂഹം മുഴുവൻ അത് കുടിച്ചു. ഈ ഓർമ്മ ആചരിക്കുന്ന തിരുനാളാണ് കൂടാര തിരുനാൾ. അപ്പോൾ ആ കൂടാര തിരുനാളിൻ്റെ അന്നാണ് യേശു എഴുന്നേറ്റ് നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞത്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ ഈ പാറമേൽ വരട്ടെ. ഇതാണ് നിങ്ങൾക്ക് ജലം തരുന്ന പാറ. ഈ പാറയിൽ നിങ്ങൾ വരിക, ഈ പാറയിൽ അടിക്കുക. ഇവിടെ നിന്ന് പുറപ്പെടുന്ന വെള്ളമാണ് നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ഉള്ളിനെ സമൃദ്ധമാക്കുന്നത്. ഇവിടെ നിന്ന് പുറപ്പെടുന്ന ഈ ജലമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ജലമാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തരുന്നത് സമൃദ്ധിയാണ്. ഈശോ തന്നെ പറഞ്ഞത് അങ്ങനെയാണല്ലോ, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഒരുവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അവൻ്റെ ജീവിതത്തെ സമൃദ്ധമാക്കാൻ വേണ്ടി കടന്നു വരുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 37-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കണ്ടു. നമുക്ക് വീണ്ടും തിരുവചന പശ്ചാത്തലത്തിലേക്ക് പോയാൽ, ഏത് പാറയിൽ നിന്ന് വെള്ളം കുടിച്ചപ്പോഴാണോ അവർ സംതൃപ്തരായത്, അതേ ഒരു അനുഭവം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ മിശിഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളവിടെ കണ്ടുമുട്ടുന്നത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം. വളരെ സുപരിചിതയായ, ദാഹിച്ച് അവശയായ ഒരു സ്ത്രീയെ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അവളെ ദാഹിച്ചവളായിട്ടാണ് സുവിശേഷം വർണ്ണിക്കുന്നത്. ദാഹിച്ച് കിണറിൻ്റെ തീരത്ത് വെള്ളം കോരാൻ വന്നു നിൽക്കുന്ന ഒരു സ്ത്രീ. പ്രിയപ്പെട്ടവർ, ഈ ദാഹം, വെള്ളം കോരാൻ വന്നു നിൽക്കുന്ന ദാഹിച്ച ഈ സ്ത്രീ പലതിൻ്റെയും സൂചനയാണ്. അവളുടെ ജീവിതത്തിലെ ശൂന്യതയുടെ ദാഹമാവാം,
അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ സ്നേഹം ലഭിക്കാത്തതിൻ്റെ ദാഹമാവാം, അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ സമൃദ്ധി ഇല്ലായ്മയുടെ ദാഹമാവാം. ഇങ്ങനെ പലതരത്തിലുള്ള ദാഹത്തെയാണ് അവൾ പ്രതിനിധാനം ചെയ്യുന്നത്. അവൾ ദാഹിച്ച് വലഞ്ഞാൽ ആ കിണറിൻ്റെ തീരത്ത് വെള്ളം കോരാൻ നോക്കണം. ആ കിണറല്ല അവളുടെ ദാഹശമനത്തിന് കാരണം എന്ന് ഈശോ അസന്നിഗ്ധമായി പഠിപ്പിക്കുന്നു. ഏത് കിണറിൻ്റെ തീരത്ത് വെള്ളം കോരാൻ അവൾ വന്നുവോ ആ കിണറിൻ്റെ തീരത്ത് ഇതാ ആ പാറ നിൽക്കുന്നു. ഏത് പാറയിൽ അടിക്കുമ്പോഴാണോ ജലം സമൃദ്ധമായി ഒഴുകുമെന്ന് മോശയോട് അരുളി ചെയ്തത് ആ പാറ, അവൾ വെള്ളം കോരാൻ വരുമ്പോൾ ആ കിണറിൻ്റെ സമീപത്ത് അവളെ കാത്തു നിൽക്കുന്നത് ആ പാറയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് നൽകപ്പെടുന്നത് യേശുക്രിസ്തുവിലൂടെ മാത്രമാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് ഒരുവനിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിർഗളിക്കപ്പെടുന്നത്. ഒരാൾ യേശുക്രിസ്തുവിൽ ആശ്രയിക്കുമ്പോഴാണ് അവനിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത്. ഒരുവൻ തൻ്റെ ജീവിതത്തെ ആ പാറയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുമ്പോഴാണ് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ജീവൻ, ദൈവത്തിൻ്റെ ആത്മാവ് സമൃദ്ധമായി ഒഴുകുന്നത്. ഈ ഒഴുക്കിനെ തിരുവചനങ്ങളെല്ലാം വിശേഷിപ്പിക്കുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്കിനെ തിരുവചനങ്ങളെല്ലാം വിശേഷിപ്പിക്കുന്നത് സമൃദ്ധമായ ഒഴുക്കാണെന്നാണ്. പുറപ്പാട് പുസ്തകത്തിലെ ഹൊറേബിലെ പാറയിൽ മോശ അടിക്കുമ്പോൾ അതിൽ നിന്ന് ഇറ്റിറ്റല്ല വെള്ളം വരുന്നത്. ആ പാറയിൽ മോശ അടിക്കുമ്പോൾ സമൃദ്ധമായ ഒഴുക്കാണ്. അതായത് ഇസ്രായേൽ ജനം എത്ര ആയിരങ്ങളാണെന്ന് ഓർക്കണം. ഈ ആയിരങ്ങൾക്ക് ആ പാറയിൽ നിന്നും ഒഴുകിയ ആ അരുവി അല്ലെങ്കിൽ ആ ജലസമൃദ്ധി അതിവരുടെ എല്ലാവരുടെയും ദാഹം ശമിപ്പിച്ചു. ഒരു പരിശുദ്ധാത്മാവ് സമൃദ്ധമായിട്ടാണ് ഒരുവനിലേക്ക് കടന്നു വരുന്നത് എന്ന് തിരുവചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്ക് വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ദാഹിച്ചു വന്ന സ്ത്രീയുടെ മുൻപിൽ യേശുവാകുന്ന പാറ അവളെ നേരിൽ കാണുകയാണ്. യേശു അവളുടെ ദാഹം മനസ്സിലാക്കും. പ്രിയപ്പെട്ടവരെ, ഏത് ദാഹവും ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടിയുള്ള ദാഹമാണ്. ഏത് ദാഹവും. ചിലപ്പോൾ നമ്മുടെ ദാഹം അംഗീകാരം കിട്ടാൻ വേണ്ടിയുള്ള ദാഹമാവാം, അല്ലെങ്കിൽ നമ്മുടെ ദാഹം സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹമാവാം, അല്ലെങ്കിൽ നമ്മുടെ ദാഹം മറ്റുള്ളവരുടെ പരിഗണനയ്ക്കും ഒക്കെ വേണ്ടിയുള്ള ദാഹങ്ങളാവാം. ഇതെല്ലാം നമ്മുടെ ഏത് ദാഹവും സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടിയുള്ള ദാഹത്തിൻ്റെ ബഹിർസ്ഫുരണമാണ്, അല്ലെങ്കിൽ ബാഹ്യലക്ഷണങ്ങളാണ് മനുഷ്യൻ്റെ ഏത് ദാഹം. ഇവിടെ ദാഹിച്ച സ്ത്രീയെയാണ് തിരുവചനം നമ്മുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ദാഹിച്ച സ്ത്രീ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ആ കിണറിന്റെ കരയിൽ വരുമ്പോൾ അവിടെ നിൽക്കുന്നത് ഈ പാറയാണ്. പാറയിൽ നിന്നാണ് ജലം ഒഴുകിയത്. ആ പാറയാണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ യേശു അവളോട് കുടിക്കാൻ തരാൻ ആവശ്യപ്പെടുന്നു. അവളിലേക്ക് കടന്നു വരികയാണ്. അവളുടെ ദാഹത്തിലേക്ക് കടന്നു വരികയാണ്. അവളുടെ ദാഹത്തിൻ്റെ പല മേഖലകളിലേക്ക് കർത്താവ് കടന്നു വരാൻ ശ്രമിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 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 അവളിലേക്ക് കടന്നു വരുമ്പോഴാണ് അവളിലെ ശൂന്യതയുടെ, ദാഹത്തിൻ്റെ, അവളുടെ ശുഷ്കതയുടെ ആഴം നമുക്ക് മനസ്സിലാകുന്നത്. പരിത്യക്തയായവൾ, ഭർത്താവ് നഷ്ടപ്പെട്ടവൾ, തൊട്ടുകൂടായ്മ സ്വയം അനുഭവിക്കുന്നവൾ. അതുകൊണ്ടാണ് അവൾ യേശുവിനോട് ചോദിക്കുന്നത്, എൻ്റെ കൈകൊണ്ട് നിനക്ക് വെള്ളം കോരിത്തരാനുള്ള യോഗ്യത എനിക്കില്ലല്ലോ. എന്നിൽ നിന്നും നീ ഒരു ഗ്ലാസ് പച്ചവെള്ളം മേടിച്ച് കുടിക്കാൻ എനിക്കതിനുള്ള യോഗ്യതയില്ല. ഇങ്ങനെ അവളിലേക്ക് തന്നെ അവളുടെ ജീവിതത്തിൻ്റെ ശൂന്യതകളിലേക്കും ശുഷ്കതയിലേക്കും കർത്താവ് അവളെ കൂട്ടിക്കൊണ്ടുപോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ കർത്താവ് കടന്നു ചെല്ലുകയാണ്. പ്രിയപ്പെട്ടവരെ, നിറവ് വേണ്ടത് ശൂന്യതയുള്ളിടത്താണ്. നിറവ് വേണ്ടത് ശുഷ്കമായ സ്ഥലത്താണ് നിറവ് വേണ്ടത്. അപ്പോൾ ഒരുവൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് മുന്നൊരുക്കമായി അവൻ തൻ്റെ ഉള്ളിൽ തന്നെ അവൻ അനുഭവിക്കുന്ന ശൂന്യതയെ തിരിച്ചറിയാൻ യേശു അവളെ സഹായിക്കുകയാണ്. അവളുടെ ശൂന്യതയിലെ ആദ്യത്തെ ശൂന്യത എന്ന് പറയുന്നത് എനിക്ക് അതിനുള്ള യോഗ്യതയില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഒത്തിരി ആളുകളുടെ മനസ്സിൽ ഇത്തരം ചില ശൂന്യതകളുണ്ട്. എനിക്കതിന് യോഗ്യതയില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ഒന്നും അല്ലല്ലോ, എന്നെ ഒന്നിനും കൊള്ളില്ലല്ലോ, എനിക്ക് വലിയ നിലയൊന്നും ഇല്ലല്ലോ, അവരോട് തുലനം ചെയ്യുമ്പോൾ എനിക്കെന്താ വിലയുള്ളത്, ഇങ്ങനെ
എന്തുമാത്രം ശൂന്യതാബോധമാണ് പലരുടെയും മനസ്സിലുള്ളത്. ഈ ശൂന്യതാബോധത്തിലേക്കാണ് കർത്താവ് അവളെ ചൂണ്ടിക്കാണിക്കുന്നത്. നിനക്ക് ഇത്ര ശൂന്യതാബോധമുണ്ട്, ഇവിടെയാണ് നിറവ് വേണ്ടത്. സത്യത്തിൽ ഇതാണ് ദാഹം, ഇവിടെയാണ് നിറവ് വേണ്ടത്. അത് കഴിഞ്ഞ് വീണ്ടും അവളെ കർത്താവ് അവളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. അവസാനം അവൾക്ക് ചില തിരിച്ചറിവുകൾ വരുന്നുണ്ട്. അവളുടെ ജീവിതത്തിൻ്റെ ചില പൊള്ളയായ വശങ്ങളെക്കുറിച്ച് അവൾക്ക് ചില തിരിച്ചറിവുകൾ വരുന്നുണ്ട്. ഈ തിരിച്ചറിവുകളുടെ അറിവിലേക്കാണ്, ഈ തിരിച്ചറിവുകൾ എന്ന് പറയുന്ന തലത്തിലേക്കാണ് അവൾക്ക് അവളെക്കുറിച്ച് ചില തിരിച്ചറിവുകൾ ഉണ്ടാവുന്നു. അവളുടെ ശുഷ്കതയെക്കുറിച്ച് ചില തിരിച്ചറിവുകൾ ഉണ്ടാവുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് അവളിൽ ദാഹം ഉണ്ടാകുന്നത്. അപ്പൊ കർത്താവ് അവളെ ഈ ദാഹത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ തരുന്ന ഈ വെള്ളം കുടിച്ചാൽ നിനക്ക് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. നിനക്കിന്ന് വീണ്ടും വീണ്ടും ദാഹം ഉണ്ടാകുന്നു. നിന്റെ ജീവിതത്തിൽ ദാഹം ശമിപ്പിക്കാൻ വേണ്ടി നീ അതും ഇതും ഒക്കെ ചെയ്യുന്നു, എന്നിട്ടൊന്നും നിന്റെ ദാഹം മാറുന്നില്ല. അപ്പോഴാണ് അവളിലേക്ക് കർത്താവ് കടന്നു വരികയും അവളോട് പറയുകയും ചെയ്യുന്നത്, ഞാൻ തരുന്ന ഈ വെള്ളം കുടിച്ചാൽ നിനക്ക് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. അവിടെയാണ് അവൾ ഹൃദയം തുറന്ന് അവളുടെ ദാഹം പ്രകടിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ഞാനും നിങ്ങൾ നമ്മുടെ ദാഹം പ്രകടിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കർത്താവ്, എനിക്ക് ആ വെള്ളം തരിക. സുവിശേഷത്തിൽ മുഴച്ചു നിൽക്കുന്ന ഒരു വചനമാണത്. സമറിയക്കാരിയുടെ ആ സംഭവത്തിൽ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വളരെ മുഴച്ചു നിൽക്കുന്ന ഒരു സംഭവമാണ്. കർത്താവെ, എനിക്ക് ആ വെള്ളം തരിക. ഇതാണ് ദാഹം. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന എനിക്കും നിങ്ങൾക്കും പ്രഥമത ഉണ്ടാവേണ്ടത് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ എനിക്ക് അത്യാവശ്യമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് എനിക്ക് കടന്നു വരാൻ സാധിക്കുന്നതാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള ഏറ്റവും സ്പഷ്ടമായ ഒരുക്കം. കർത്താവെ, എനിക്ക് ആ വെള്ളം തരിക. ഇതൊരു ദാഹത്തോടെയാണ് അവൾ പറയുന്നത്. ആ ചോദ്യത്തിന് മുൻപിൽ ആർക്കാണ് ആത്മാവിനെ അവളിലേക്ക് വർഷിക്കാതിരിക്കാൻ സാധിക്കുന്നത്? അത്ര ആഴത്തിലും അത്ര വിനീതവും അത്ര ഹൃദയസ്പർശിയുമായിട്ടല്ലേ അവൾ ചോദിക്കുന്നത്. എനിക്കത് വേണം, ആ വെള്ളം കിട്ടിയാലേ എൻ്റെ ദാഹം ശമിക്കൂ. പലരും കുടിച്ച് എൻ്റെ ദാഹം ശമിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും എൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ദാഹത്തിലേക്ക് കടന്നു വന്നില്ല. അതുകൊണ്ട് കർത്താവെ, എനിക്ക് ആ വെള്ളം തരിക. അതിന് ഈ പെന്തക്കോസ്ത തിരുനാളിന് ഒരുങ്ങുന്ന നമ്മുടെയും ദാഹവും പ്രാർത്ഥനയും ഇതായിരിക്കും, ആ ജലം എനിക്കും തരിക. പ്രിയപ്പെട്ടവരെ, ഈ ജലം, ഈ പരിശുദ്ധാത്മ നിറവ് ഒരുവന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന സമൃദ്ധി എന്തൊക്കെയാണ്? ഒന്ന്, വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതുന്ന ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ തിരുവചനം വളരെ ശ്രദ്ധേയമാണ്. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ ഉള്ളിൽ നിറച്ചു കൊടുക്കുന്ന ആദ്യത്തെ സമൃദ്ധി ദൈവസ്നേഹത്തിൻ്റെ സമൃദ്ധിയാണ്. ഒരാളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ, അതിൻ്റെ ആഴത്തെ ഹൃദയം കൊണ്ട് അനുഭവിക്കാൻ ഒരാൾക്ക് സാധിക്കുക എന്നത്, പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ഒരാൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്താണ്. ഈ സമൃദ്ധി ഒരാളുടെ ഹൃദയത്തിന് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെയാണ്. ഇതാണ് ഒന്നാമത്തെ സമൃദ്ധി. ഈ ദൈവസ്നേഹം അനുഭവിക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കുന്നില്ലെങ്കിൽ മറ്റെന്തെല്ലാം അയാളുടെ ജീവിതത്തിൽ ഉണ്ടായാലും അയാളുടെ ഹൃദയത്തിൽ ഒരു ശുഷ്കത അനുഭവിക്കേണ്ടി വരും, ശൂന്യത അനുഭവിക്കേണ്ടി വരും. അതിൻ്റെ ലക്ഷണങ്ങൾ പല രീതിയിൽ നമ്മൾ പ്രകടിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒന്നാമത്തെ സമൃദ്ധി പിതാവായ ദൈവത്തിൻ്റെ കരളലിയിക്കുന്ന സ്നേഹത്തെ, ഓമനക്കുട്ട എന്ന് വിളിക്കുന്ന ദൈവത്തിൻ്റെ ആ വാത്സല്യ സ്നേഹത്തെ, മനുഷ്യനായ എനിക്ക് അപ്പൻ്റെ സ്നേഹത്തെ ഒരു മകൻ അഥവാ ഒരു മകൾ ഹൃദയത്തിൽ അനുഭവിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പിതൃവാത്സല്യത്തെ ഹൃദയത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നു എന്നതാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒന്നാമത്തെ സമൃദ്ധി. രണ്ടാമത്തെ സമൃദ്ധി എന്താണ്? അത് വിശുദ്ധ പൗലോസ്ലീഹ
കൊറിന്തോസുകാർക്ക് എഴുതുന്ന ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 12-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതുന്ന ലേഖനത്തില് 12-ാം അധ്യായത്തിൽ നാം പഠിക്കുന്ന തിരുവചനം ഇതാണ്. ആകയാൽ യേശു എൻ്റെ ജീവിതത്തിൽ, യേശുവിനെ എനിക്ക് കർത്താവായി, യേശുക്രിസ്തു കർത്താവാണെന്ന് ഒരുവന്റെ ഹൃദയത്തിൽ വിശ്വസിക്കാനും ഏറ്റുപറയാനും പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ സഹായിക്കും. അപ്പൊ നമുക്ക് രണ്ടാമത്തെ സമൃദ്ധി, പരിശുദ്ധാത്മാവ് ഒരാളുടെ ഹൃദയത്തിൽ നൽകുന്ന രണ്ടാമത്തെ സമൃദ്ധി, യേശുക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവായി എനിക്ക് സ്വീകരിക്കാൻ, എനിക്ക് സമ്മതിക്കാൻ, ആ കർത്തൃത്വത്തിന് മുൻപിൽ എനിക്ക് എന്നെ തന്നെ സമർപ്പിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഇതൊരുവന്റെ ജീവിതത്തിൽ സാധിക്കുമ്പോൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിറവ് ചെറുതല്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. നമ്മളിപ്പോൾ കണ്ടുമുട്ടിയ സമറിയക്കാരി സ്ത്രീ തന്നെ തൻ്റെ ജീവിതത്തിൻ്റെ ഉടയവനും കർത്താവും നാഥനും ഒക്കെയായി തൻ്റെ മുമ്പിൽ നിൽക്കുന്നവനെ അംഗീകരിച്ച്, അതിൻ്റെ സൂചനയായിട്ടാണ് അവൾ ദാഹം ശമിപ്പിക്കാൻ വേണ്ടി വെള്ളം കോരാൻ കൊണ്ടുവന്ന കുടം അവൻ്റെ കാൽക്കൽ വെച്ചു. തീർച്ചയായിട്ടും ഒരാളുടെ കാൽക്കൽ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു അർത്ഥവുമില്ല. തന്നെ അവൻ്റെ മുൻപിൽ സമർപ്പിക്കുന്നു എന്നതിൻ്റെ സൂചന. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അവളല്ലാതായി മാറി. നോക്കൂ, എന്തൊരു സമൃദ്ധിയാണ് അവളുടെ ജീവിതത്തിലേക്ക് വന്നത്. അവൾക്ക് സമ്പത്തൊന്നും അധികം ഉണ്ടായില്ല, ഭൗതിക സമ്പത്തൊന്നും അധികം ഉണ്ടായില്ല, സ്ഥാനമാനങ്ങൾ ലഭിച്ചില്ല. പക്ഷേ തൻ്റെ ജീവിതത്തെ, അതായത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് നൽകുന്ന വലിയ കൃപയെന്ന് പറയുന്നത്, തൻ്റെ ജീവിതത്തെ തനിക്ക് വേണ്ടി കാൽവരി കുരിശിൽ മരിച്ച, തനിക്ക് വേണ്ടി തല്ലുവാങ്ങിയ, തനിക്ക് വേണ്ടി അപമാനങ്ങൾ സഹിച്ച ഈശോ, തനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ ഈശോ മിശിഹായുടെ കരങ്ങളിലേക്ക് തൻ്റെ ജീവിതത്തെ അന്ധമായി സമർപ്പിക്കാനുള്ള കഴിവ്, അത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് നൽകുന്ന സമൃദ്ധിയാണ്. ആ സമൃദ്ധി ഇവൾക്ക് ലഭിച്ചു. പിന്നെ ഇവളുടെ ആഹ്ലാദം കാണണം, പിന്നെ ഇവളുടെ നിശ്ചയദാർഢ്യം കാണണം, പിന്നെ ഇവളുടെ സ്വയം അവബോധം കാണണം. നോക്കണം, കുനിഞ്ഞ ശിരസുമായി ഒളിച്ചൊളിച്ച് ജീവിതത്തിന്റെ ഏതോ കോണിൽ ആരുടെയും മുമ്പിൽ വെട്ടപ്പെടാതെ ജീവിച്ച അവൾക്ക് പിന്നീട് അവളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം അതിസമൃദ്ധമാണ്. സ്വയാവബോധത്തോടെ, ദൈവമകളുടെ സ്വാതന്ത്ര്യത്തോടെ അവൾ ഓടുന്നു. പട്ടണത്തിൽ പോയി വിളിച്ചു പറയുന്ന എത്ര പേരെയാണ് അവൾ ഈ ജീവന്റെ സമൃദ്ധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് പരിശുദ്ധാത്മാവ് നമുക്ക് ആഗ്രഹിക്കുന്ന സമൃദ്ധിയാണ്. അപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ സമൃദ്ധി, ഒപ്പം ഈശോ മിശിഹായുടെ കർത്തൃത്വത്തിലേക്ക് സ്വയം വിട്ടുകൊടുക്കാൻ സമർപ്പിക്കാനുള്ള സമൃദ്ധി. ഇത് നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. പെന്തക്കോസ്താ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോ മിശിഹായിലേക്ക് ഞങ്ങളെ തന്നെ പരിപൂർണമായും സമർപ്പിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും തരണമേ എന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.